അക്ഷരനഗരി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ ഒരു കോട്ടയാണ് അല്ലെ. അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എന്നുള്ളതും പറയുമ്പോഴും കോട്ടയം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് കർഷകരും കൃഷിയും ഒക്കെ കൊണ്ട് സമ്പന്നമായിട്ടൊരു മണ്ണാണ് കോട്ടയത്തിൻ്റെത് എന്നുള്ളത് വളരെ അപൂർവമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കോട്ടയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരുപാട് ഫാമുകൾ കോട്ടയത്ത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും കൃഷിയെ പറ്റിയും അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ കൾച്ചറിനെ പറ്റിയൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കോട്ടയത്ത് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഓപ്ഷനിൽ ഒരു ഫാമിലാണ് നമ്മൾ ഇന്നുള്ളത്. സോ എവിടെയാണ്? നീണ്ടൂരിലുള്ള JS ഫാം. അപ്പൊ അത്തരത്തില് ഇവിടെ കുറെ ശരിക്കും ഇത് തുടങ്ങി വെച്ച് ചെറിയ ചെറിയ ആശയങ്ങളിലൂടെയൊക്കെയാണെന്നുള്ളത് വഴി നമുക്ക് അറിയാം. അത് എത്തി നിൽക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഒരു പോയിന്റിലോട്ടാണ്. സോ ആ ഫാം കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നടന്ന് കണ്ടു തന്നെ അറിയാം. റെഡി, ഫോളോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹായ്. ജാസ്മിൻ. എനിക്ക് തോന്നുന്നു അതന്നെ ഈ JS ഫാമിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയ ആൾ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വരും തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പഠിക്കാനേറെയുള്ള ചില തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉദിക്കുന്ന ആശയങ്ങൾ ചില വ്യക്തികളുടേത് മാത്രമായിരിക്കും. അത്തരത്തിൽ ഈ ഒരു JS ഫാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേരാണ് ചെമ്മാച്ചൽ ജോയ് എന്നുള്ള അല്ലെ. സോ ജോയ് സാർ ഇപ്പോ ഇല്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് സാന്നിധ്യമില്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുന്നത് കുറേയേറെ തലമുറകൾക്ക് കൂടി മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ അത് 15 വർഷത്തിലേറെയായിട്ട് ഇവിടെ ലീഡ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിത്വം കൂടി നമുക്ക് ഒപ്പമുണ്ട്. ജാസ്മിൻ. സോ ജാസ്മിൻ മാം ഇതിന്റെ തുടക്കം തൊട്ടേ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്. സോ ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയായിരുന്നു ജോയ് സാർ ഇതിന്റെ ഒരു തുടക്കം പ്ലാൻ ചെയ്തതും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ? ഇത് 2004 ജോയ് ഷൈൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇത് ഇങ്ങനെ ഒരു JS ഫാമായി മാറും എന്ന് കരുതിയൊന്നും അല്ല ആ സമയത്ത് ജോയ് ഷൈൻ ഇത് തുടങ്ങുന്നത്. ജോയ് ഷൈൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും പള്ളിയിൽ പോകാൻ വേണ്ടി, ഞങ്ങളുടെ തൊട്ടടുത്താണ് നീണ്ടൂർ മിഖായൽ ചർച്ച്, പള്ളിയിൽ പോകാൻ വേണ്ടി സൗകര്യത്തിന് ഒരു വീട് വെക്കാൻ വേണ്ടി ജോയ് ഷൈൻ ഇവിടെ ഒരു വീട് വെച്ചു. അതിനുശേഷം എന്തോ ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരം ഇതെല്ലാം ജോയ് ഷൈനിലേക്ക് വന്നു ചേർന്നു. അപ്പം ഇവര് ബേസിക്കലി ഒരു കർഷക കുടുംബമാണ്. ജോയ് ഷൈൻ്റെ അച്ഛൻ നല്ലൊരു കർഷകനാണ്, അമ്മച്ചി ടീച്ചറായിരുന്നു. പക്ഷെ അവര് 10 മക്കളെയും കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുമെങ്കിൽ അത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെ ആയിരിക്കണമെന്ന ജോയ് ഷൈൻ്റെ അതൊരു ഡ്രീം ആയിരുന്നു ജോയ് ഷൈൻ്റെ. ആ ഡ്രീമിന് വേണ്ടിയിട്ടാണ് ജോയ് ഷൈൻ ഇതൊരു ഫാം ആക്കി മാറ്റിയത്. ഇവിടെ നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് കൃഷി ചെയ്തും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഫാമിന്റെ. അതായത് ഞങ്ങളുടെ ഫാമിന്റെ ലോഗോ എന്ന് പറയുന്നത് മണ്ണിനെ അറിയൂ മനുഷ്യനാകൂ എന്നുള്ളതാണ്. മണ്ണിനെ അറിയുന്ന, മണ്ണിന്റെ വ്യതിയാനങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഒരു നല്ല മനുഷ്യനാകും. ഹൃദയം കൊണ്ട് അയാൾ ഒരു നല്ല മനുഷ്യനായിരിക്കും. കാരണം ഞങ്ങൾ ഇവിടെ വരുന്ന ഓരോരുത്തരോടും ജോയ് ഷൈൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു ദൈവം മണ്ണിൽ നിന്നും ജീവൻ ഉണ്ടാക്കി എന്നൊരു സങ്കല്പം. അതിനുശേഷം ആ കർമ്മം ചെയ്യുന്നത് കർഷകരാണ്. മണ്ണിൽ വിത്തിട്ട് മുളപ്പിച്ച് ജീവനെ, അതൊരു ചെടിയായിരിക്കാം, അതൊരു ജീവൻ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് കർഷകർ. പക്ഷെ അവരുടെ മഹത്വം നമ്മൾ അറിയുന്നില്ല. ആ കർഷകരെല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ നമ്മളെ പട്ടിണിയാക്കാം. ഒരു സയൻസിനും നമ്മളെ ഫീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആ കർഷകന്റെ മാഹാത്മ്യം എന്താണെന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക. അതിലൂടെ നമുക്ക് സർവൈവ് ചെയ്ത് ജീവിക്കാനുള്ള വരുമാനം കൃഷിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ് ജോയ് ഷൈൻ ഈ ഫാം തുടങ്ങിയത്. ഇവിടെ ഞങ്ങൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അതായത് മത്സ്യകൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, തെങ്ങ്, ജാതി, കപ്പ, വാഴ അങ്ങനെയുള്ളതെല്ലാം. പിന്നെ പോൾട്രിയുടെ ഒരു ഫാം ഉണ്ട്. പിന്നെ പച്ചക്കറി വിത്തുകള്, അതിന്റെ തൈകൾ, ഇതെല്ലാം ഞങ്ങൾ വിൽക്കുന്നുണ്ട്. ഫലവൃക്ഷ തൈകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഈ കൃഷികൾ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ട് തിരിച്ച് അവരുടെ വീട്ടിൽ പോയി ഒരു ചെടിയെങ്കിലും കുഴിച്ചു വെക്കുക. അതായിരുന്നു ജോയ് ഷൈൻ്റെ സ്വപ്നം. ഇത് കേട്ടിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഓൾറെഡി അല്ലെ വിഷ്വൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു വോയിസ് ഓവർ ഇട്ടിട്ട്. എന്തായാലും ആ കാഴ്ചകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ വിശേഷങ്ങളൊപ്പം നമുക്ക് നടന്ന് തന്നെ കാണാൻ തോന്നും. ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു തരണം. ഓക്കെ, ശരി. അപ്പൊ ഒന്ന് പോയി കണ്ട്. ഓക്കെ, താങ്ക് യു.
ചെമാച്ചൻ ജോയി സാറ് ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലാൻ തുടങ്ങി വെക്കുമ്പോൾ മനസ്സിലുള്ളൊരു ആശയമുണ്ട് അല്ലെ, മണ്ണിനറിയൂ മനുഷ്യനാകൂ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുക, അതിനോടൊപ്പം തന്നെ ജീവിക്കുക എന്നുള്ളത്. ശരിക്കും ഇവർ തുടങ്ങി വെക്കുന്ന സമയത്ത് ഇത് എവിടുന്ന് വന്നു എന്നുള്ളതിന്റെ ഒരു ബ്രാഞ്ചസിന്റെ കൃത്യമായിട്ടുള്ള പിക്ചർ നമുക്ക് പുറകിൽ കാണാൻ പറ്റും. ഇവിടെ ആദ്യം തന്നെ ഈ പുറകിൽ കാണുന്ന ഈ വീടാണ് ഇവിടുത്തെ ആദ്യമായിട്ട് വെച്ച ഒരു സ്ഥലം. ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഫസ്റ്റ് വെച്ചത് ഈ വീടാണ്. പിന്നെയാണ് ഈ കാണുന്ന പോലെ കൃഷിയിടങ്ങളും അതുപോലെ പോൾട്രി ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ അതിനു മുമ്പ് തൊട്ടടുത്ത് ഈ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ഫാമിലി ട്രീ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ജോയ് സാറിന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. സോ അവിടെ തൊട്ട് അമ്മയുണ്ട്, പിന്നെ ഒപ്പം തന്നെ ഇവർ 10 മക്കളായിരുന്നു. ആ 10 മക്കളിലെ ഒരു കുട്ടി അതിൽ ചെറുപ്പത്തിൽ മരണപ്പെട്ടു എന്നുള്ളതിന്റെ ഇതായിട്ട് റേഞ്ചിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജോയ് സാർ ഉൾപ്പെടെയുള്ള മറ്റ് മക്കൾ സിബ്ലിങ്സ് ഒക്കെ അവരുടെ ജോയ് സാറിന്റെ സിബ്ലിങ്സ് കൂടെ ഉൾപ്പെടുന്നുണ്ട്. സോ തുടങ്ങി വെക്കുന്നത് ആ കൃഷിയിലൂടെ തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ കാര്യം അല്ലെ. ഈ ചെറിയൊരു ലെവലിൽ തുടങ്ങി അതിനെ മറ്റുള്ളവർക്കും കൂടി എത്തിക്കാൻ എന്നുള്ള ആശയം കൂടി ഉൾക്കൊണ്ടുന്നത് തന്നെയാണ്. ഞാൻ തീർച്ചയായിട്ടും അത് കൊടുത്തുള്ളത് തന്നെയാണ് ഇവിടെയും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണിനറിയൂ മനുഷ്യനാകൂ എന്നുള്ളതും കൃഷിയെ അറിഞ്ഞ് മണ്ണിനറിഞ്ഞ് മണ്ണിനോടൊപ്പം പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ കൃഷിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാമായിട്ട് എനിക്ക് അവിടെ പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് മെല്ലെ എന്തായാലും ചരിത്രം തുടക്കം അറിഞ്ഞു, ഇനി ആ ബ്രാഞ്ചസിലൂടെ നമുക്കും സഞ്ചരിക്കാം. നടന്ന് കയറും തോറും കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള സ്ഥലം അല്ലെ. അതിന് സൈഡിലായിട്ടാണെങ്കിൽ തന്നെ നമുക്കൊരു സൂല് പോകുന്ന ഒരു പ്രതീതിയില് ലവ് ബേർഡ്സ് ഉണ്ട്, പ്രാവുണ്ട്, ഭയങ്കര ഡോഗ്സിന്റെ സെക്ഷൻ ഒക്കെ സൈഡിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കൂടുതലും ബേർഡ്സ് ആണ് പല കാറ്റഗറിയിൽ. ഇവിടൊക്കെ രാവിലെ വരുന്ന സമയത്ത് നമ്മൾ മൈൻഡൊക്കെ ശാന്തമായിട്ട് വരുമ്പോൾ കിളികളുടെ കളകളാരമൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് വരാം. തന്നെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് പോലെ ഉണ്ട്. ഇതിലൂടെ തന്നെ റൈറ്റിലൂടെ പോകുമ്പോഴാണ് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് അല്ലെ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് എനിക്ക് ഏതൊരു ഏരിയയിൽ ഫസ്റ്റ് അട്രാക്ഷൻ ചിൽഡ്രൻസ് പാർക്ക് ഏരിയ. ഞാൻ നേരത്തെ ചിന്തിച്ച പോലെ ആദ്യം പാരന്റ്സ് വരുമ്പോൾ കുട്ടികളെ ഒന്ന് ശാന്തിപ്പെടുത്തണം, എന്നാലാണ് ഇവർക്ക് ഹാപ്പി ആയിട്ട് ബാക്കി കാര്യങ്ങൾ ഒരു ശല്യമില്ലാണ്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഏത് ഫാം ആണെങ്കിലും ഏത് തീം പാർക്കിന്റെ ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ എത്തുന്ന വഴിയിലോട്ടാണ് ഇതിന് കുറച്ചും കൂടി മെയിൻ അട്രാക്ട് ആയി അല്ലെ പോയിന്റുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിൽ തന്നെ ശരിക്കും കൂൾ ബാർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രി മ്യൂസിയം ആണെങ്കിലും നഴ്സറി ആണെന്നുണ്ടെങ്കിലും പോൾട്രി ഫാം ആണെന്നുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ശരിക്കും ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറയാൻ കാരണം വെച്ചാല് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഏക്കർ കണക്കിന് പാടങ്ങളാണ്, കൃഷിയും കാര്യങ്ങളും. ചെറിയൊരു പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ളതാണ്. പക്ഷെ ഇത് ഇവിടെ റിയൽ കൃഷി നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വിത്ത് വിതച്ചുള്ള ഒരു സമയം കൂടിയാണ്. ആൻഡ് അപ്പുറത്തൊരു സൈഡിലോട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഏക്കർ കണക്കിന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മീൻ കുളങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 3.5 ഏക്കറിലൊക്കെ ഒരു കുളം കഴിഞ്ഞാൽ അതിനകത്ത് അത് ഭയങ്കര കൗതുകപരം ഉണർത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഞങ്ങള് കാര്യങ്ങളൊന്നും നീട്ടുന്നില്ല, നിങ്ങൾക്ക് എല്ലാം ലൈവായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാൻ പോവാണ്. സോ നമുക്ക് പോവാം. പലപ്പോഴും ഈ ആമ്പൽക്കുളം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും ഈ താമരകൾ കിട്ടുന്നത് വളരെ റയർ ആയിട്ടായിരിക്കും അല്ലെ. ഞാനത് ദൂരത്ത് നോക്കിയപ്പോൾ ആമ്പൽക്കുളമാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതൊരു താമരക്കുളമാണ്. ഉണ്ട്, പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഒന്നാമത് പാടശേഖരത്തില് മെല്ലെ മെല്ലെ ഗോൾഡൻ ഹവറിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു സൺലൈറ്റ് മൂഡിൽ അത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ അപാരമാണ്. ഒന്ന് കയറി പൊട്ടിക്കാൻ തോന്നും, ആഗ്രഹമുണ്ട്, പക്ഷെ ഒട്ടും നിർവാഹമില്ല. ഞാൻ ഇതിലൂടെ വരുമ്പോൾ തന്നെ സൈഡിൽ കൂടെ നടക്കുന്ന സമയത്ത് പണ്ട് പാടത്തിൽ ഈ മുളകൊണ്ടും അല്ലെങ്കിൽ കവുങ്ങിന്റെ പീസ് കൊണ്ടൊക്കെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അതിന് പകരം ഇരിപ്പിടങ്ങൾ ഉണ്ട്, പ്ലാസ്റ്റിക് കസേരകളെ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വൈബില് ഇങ്ങനെ ഇരിക്കാം അല്ലെ, കാറ്റും കൊണ്ട്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു കട്ടൻ ചായ ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് 2 ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. കട്ടൻ ചായ
തീർച്ചയായിട്ടും കേരളത്തിന്റെ കാഴ്ചകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗൃഹാതുരത്വം തോന്നുന്നൊരു കാഴ്ച തന്നെയായിരിക്കും എപ്പോഴും ഗ്രാമ കാഴ്ചകൾ അല്ലെ. വയലോരങ്ങളാണെന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ കുളങ്ങളും പാടശേഖരങ്ങളും എപ്പോഴും നമുക്ക് പിന്നെയും കാണാൻ തോന്നുന്ന എന്തുകൊണ്ട്. പക്ഷെ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഇല്ലാതായി ഇല്ലാതെ നമ്മൾ പുറ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ ഒരു കാഴ്ചയായിരിക്കും. അതെ. വയല്, അതുപോലെ നെൽകൃഷി, തെങ്ങ്. ഇവിടെ തെങ്ങിന്റെ ഒക്കെ വേറെ രസം എന്ന് പറഞ്ഞാൽ തെങ്ങൊക്കെ ചെറിയ ഹൈറ്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇളനീര് എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നൈസായിട്ട് ഇത് കയറി പറിക്കാവുന്ന ആ ഒരു ഹൈറ്റേ ഉള്ളൂ. ഹൈറ്റ് കുറവാണ് പൊതുവെ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എപ്പോഴും ഇത്തരം കാഴ്ചകൾ കൂടുതലായിട്ടും പറയാം പാലക്കാടും അല്ലെങ്കിൽ കുട്ടനാടും ഒക്കെയാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് അറിയാത്ത പ്രതീക്ഷിക്കാത്ത കുറെ കാഴ്ചകൾ പല ജില്ലകളിലും ഒളിഞ്ഞെടുക്കുന്നതിന്റെ വലിയ ഉദാഹരണമാണ് കോട്ടയത്തിന് ഇത്തരം കാഴ്ചകളൊക്കെ അല്ലെ. ശരിക്കും തെക്കോടക്കില് ശരിക്കും കുമരകമൊക്കെ പോയിട്ടുണ്ട്, ഹൗസ് ബോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ശരിക്കും പിന്നെയും കാണാൻ തോന്നുന്ന എന്തോ വീണ്ടും ഇവിടെ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൃഷിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. അതെ, യെസ് ഫാം ആ ഒരു യെസ് പറയണം. ഓക്കെ, അപ്പൊ ബാക്കി സാധനങ്ങൾ കാണാം. വരും തലമുറകളോട് സംസാരിക്കാനുള്ള പ്രധാന കാര്യങ്ങൾ ഒന്നായിരിക്കും ഒരു പക്ഷെ അച്ഛനമ്മമാർ നടന്ന വഴികളിലൂടെ ഒക്കെ അല്ലെ, ആ ഒരു കാലത്തെ കുറിച്ചും കാഴ്ചകളെ കുറിച്ചൊക്കെ അത്തരത്തിൽ വന്ന് മക്കളോടൊപ്പം വരാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടി തന്നെയാണ് അല്ലെ. മാത്രമല്ല നമുക്ക് പഴയ കാലത്തെ ചരിത്രങ്ങൾ പിള്ളേരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പണ്ട് കാലത്ത് ഇതേപോലെ വയലിലൂടെ നടന്നതും നെൽകൃഷി, ഈ പാടത്തൊക്കെ നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചത്, അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് അതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ കാഴ്ചകളുടെ കൂട്ടത്തിലേക്ക് ഫാമിലിയോട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തു. പേര് വിഷ്ണു. എവിടെ സ്ഥലം എവിടെ? അപ്പൊ ഇവിടുത്തുകാരനാണ്. എനിക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് വിഷ്ണു. ഒന്ന് ഫാമിലി പരിചയപ്പെടുത്തു. ഇത് വൈഫ് നീതു, ഇത് രണ്ട് മുത്തൻ ധനു. ഓക്കെ, മുതൽ ബോട്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ എങ്ങോട്ടാ പോണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം അറിയാം, ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ ഏതൊക്കെ ഉള്ളതെന്ന് അറിയാം. അതുകൊണ്ട് എന്താ ശരിക്കും പിന്നെ വരാൻ തോന്നിക്കുന്നത് എന്താ? ഇവിടെ നമുക്ക് വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ. ചേട്ടൻ എങ്ങനെ ഈ കൃഷിപരമായിട്ട് കൃഷി താല്പര്യം? നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ഇതുപോലെ പാടവും എല്ലാം ചെറുപ്പം ജനിച്ചുള്ളതുകൊണ്ട് നമുക്ക് ഈ വെള്ളവും പാടവും എല്ലാം നമുക്ക് നല്ല പരിചയമുള്ള പ്രിയപ്പെട്ട സ്ഥലമാണ്. ശരിക്കും ചേട്ടൻ മിസ് ചെയ്യുന്നുണ്ടാവില്ല ഇത് അല്ലേ? എന്താ ചെയ്യുന്നത്? ഞാൻ ഫിലിം ഫീൽഡിലാണ്. ലാസ്റ്റ് ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ ഡൊമിനിക്ക്, പിന്നെ ഒരു മമ്മൂട്ടി വിനായകന്റെ നമുക്ക് വില്ലനായിട്ട് വന്നു. കലാകാരനാണ് അല്ലെ, ഡയറക്ടറാണ്. രണ്ടു ദിവസങ്ങളുണ്ട്. ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് വരുമ്പോഴൊക്കെ ഇവിടെ വരും. എന്തൊരു വിശേഷം? വർക്ക് ചെയ്യുന്നുണ്ട്? ഹൗസ് വൈഫ് ആണോ? ഇപ്പൊ ഹൗസ് വൈഫാ. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നേഴ്സായിരുന്നു, ഡൽഹിയിലായിരുന്നു. ഇവന്റെ പേരെന്താ? ധ്രുവ്. ധ്രുവ്. മോള് ധനു. അപ്പൊ എന്തായാലും ധ്രുവും ധനുവിനും കുറച്ചൊന്നും ഇവിടത്തെ കാഴ്ചകൾ പോകാൻ പറ്റുന്ന പിടിച്ചേക്കുന്നുണ്ട്. അവർ ഹാപ്പി ആയിട്ട് വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നുന്നു അല്ലെ. അപ്പൊ ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വെറുതെ വിടില്ല. ഈ ഒരു കഷ്ടപ്പാടിന് ഞങ്ങൾ ഒരു സമ്മാനം തന്നിട്ട് വിടും. ഐ മീൻ ഇത് സ്ഥിരം ഈസി ആയിട്ട് അടിച്ചുകൊണ്ട് ഉറപ്പാണ്. കാണിക്കാൻ പോകുന്നത് സിനിമയുടെ മിനിമൽ പോസ്റ്റർ ആണ്. ആ പോസ്റ്റർ കാണുമ്പോൾ എന്തായാലും ആർട്ടിസ്റ്റ് അല്ലെ പെട്ടെന്ന് കത്തും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ വർക്ക് ചെയ്ത ആളാണെന്ന് പറയാവുന്നതാണ്. ഓക്കെ, സോ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, സോ ഇത് ഒരു സിനിമയുടെ മിനിമൽ പോസ്റ്റർ ആണ്. ഇത് വെച്ചിട്ട് സിനിമ ഏതാണെന്ന് ഗസ് ചെയ്യാം. ആ സിനിമയിൽ തന്നെ അതിന്റെ തീമോ ക്ലൂ എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവും, വിസിബിൾ ആയിട്ട് ഇരിപ്പുണ്ടാവും. സോ അതിന്ന് ഏതാണ് നോക്കിയിട്ടൊന്ന് ഗസ് ചെയ്യാം. സിനിമയുടെ കഥാപരമായി രണ്ടുപേർക്ക് നോക്കാം. പഴയ സിനിമയാണോ പുതിയതാണോ? അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ക്ലൂ. അത് അതിലെന്താ കാണുന്നത്? ഇതിനകത്ത് ഒരു എയറോപ്ലെയിൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒരു തീമായി ബ്ലൂ കളർ ഉണ്ട്. യെസ്, വിനയും പാർവതി മറ്റേ ആശ്ചര്യക്കൊഴിച്ചുള്ള പക്ഷെ പേര് അല്ലെ. ഫ്ലൈറ്റ് ഫ്ലൈ ആണ്. അത് എങ്ങോട്ട് പോകും? ഉയരെ. ഉറപ്പാണോ? ഉറപ്പാണോ? ഉയരെ ഉണ്ടോ? ഉയരല്ലേ? ഉറപ്പിക്കാണ് നടക്കണം. തെറ്റുത്തരായാലും പ്രൈസ് പോയി. ഇത്രയും ക്ലൂസ് കിട്ടി റൈറ്റ് ആൻസർ പറയേണ്ടതാണ്. ലോക്ക് ചെയ്യാമോ? ഓക്കെ, ഉറപ്പാണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. സോ കൺഗ്രാറ്റ്സ്, ചേട്ടാ കറക്റ്റ് ആൻസർ ആണ്. എന്തായാലും സിനിമയിലൂടെ പ്രൈസ് അടിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾക്കും കായ്കൾക്കും 100% സുരക്ഷിതം. സൂര്യ വാഷിംഗ് സോപ്പ് 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്.
അടുത്ത സമ്മാനം ഒയസ്കോ ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റിന്റെ അടിപൊളി സമ്മാനം. വൈവിധ്യമാർന്ന രുചികൾക്ക് ഒയസ്കോ. നെക്സ്റ്റ് സമ്മാനം മാമിയ വെൽനസിന്റെ ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾക്ക് മാമിയ വെൽനസ് കമ്പനി. ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. അടുത്തതായി PR കേക്കിന്റെ വളരെ വ്യത്യസ്തമായ രുചികളോട് കൂടിയ അറേബ്യൻ ഡിലൈറ്റ്സ് ആൻഡ് വൈറ്റ് പ്ലം കേക്ക്. ഇനി ഓരോ ബൈറ്റിലും മനം കവരും രുചി ആസ്വദിക്കാം. കുഞ്ഞു മേടിക്കുന്ന കുഞ്ഞുടുപ്പുകളുടെ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായ മാക്കിറ്റോസ് നൽകുന്ന നല്ലൊരു അടിപൊളി സമ്മാനം. താങ്ക് യു പറ. യെസ് ഫാമിലെ മുഖ്യ ആകർഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ മീൻകുളങ്ങൾ തന്നെയായിരിക്കും അല്ലെ. പലയിടത്തും 1-2 ഉള്ളിടത്ത് ഇത് ഏക്കറണക്കിന് നീളമുള്ള വലിയ ആഴമുള്ള കുളങ്ങളാണ്. അതിന് എല്ലാ കുളങ്ങളിലും ഒരുപാട് മീനുകളിലും ഇവർ വളർത്തുന്നുണ്ട്. എല്ലാം നല്ല ആഴത്തിലുള്ള കുളങ്ങളാണ്. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മീൻ കുളങ്ങൾക്ക് നല്ല ആഴമുണ്ട്, ആരും അടുത്തൊന്നും പോയി നിൽക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മീൻകുളങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോയി എത്തുന്നത് നഴ്സറികളിലോട്ടാണ് അല്ലെ, പലതരം ചെടികളുടെ സസ്യങ്ങളുടെ. അപ്പൊ നമുക്ക് നടന്നു നോക്കിയാലോ. എപ്പോഴും ഈ കൃഷി വിപുലാവുന്നത് ശരിക്കും ഈ കൂട്ടുകൃഷിയിലൂടെയാണ് അല്ലെ. എന്തെങ്കിലും ഒന്ന് വിള നട്ട് അതിനോടൊപ്പം ചേർത്ത് വെക്കാന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ പാടശേഖരങ്ങളും തോടുകളും ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ താറാവ് കൃഷി എന്നുള്ള സാധനം. അതിൽ തുറന്നു വിടും ചെയ്യാം, അതിനൊപ്പം തന്നെ പാടശേഖരങ്ങൾ നടത്തും ചെയ്യാം. അതുപോലെ തന്നെ ശരിക്കും യെസ് ഫാം പ്ലാൻഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു കാര്യം കൂടി തന്നെയാണ് പലതരം താറാവുകളും കാടകളും. കാടയുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ താറാവിനെയും അതുപോലെ തന്നെ ഫ്ലൈങ് ഡക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിഗോവ എല്ലാരെയും തുറന്നു വിടുകയാണ് ചെയ്യാറുള്ളത്. ഈ രാത്രി ആകുമ്പോൾ ഇവരെല്ലാവരും ഇവരെ കൂട്ടിൽ വിളിച്ച് കയറ്റി ഇവരെ അടച്ചവിടെ വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും തുറന്നു വിടുകയും ചെയ്യും. ഞാൻ കൂട്ടിൽ കയറിയ സമയത്താണ് നമ്മൾ കാണാൻ വന്നത്. ലൈറ്റ് കുറച്ച് കുറവുള്ളതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല. വേറൊരു കഥ ഉണ്ട്. ഈ കാടയ്ക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞ തോന്നുന്നത്. അതുകൊണ്ടാണ് കാടയ്ക്ക് അവിടെ ലൈറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത് രാത്രി. കഥയാണ്, പക്ഷേ ശരിക്കുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ കുറെ ഇൻഫർമേഷൻ ഇവിടെ വന്നപ്പോ എനിക്ക് കിട്ടി. കൃഷി അന്യം നിന്ന് പോകുന്നതോടെ ശരിക്കും നഷ്ടമാവുന്ന ശരിക്കും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കുറെ വസ്തുക്കൾ ഉണ്ട്. അതുമായി വീട്ടുപകരണങ്ങളാണെങ്കിലും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത്തരത്തിൽ കാശുകൾ ഒരുക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് യെസ് ഫാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അല്ലെ. അത് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടുന്ന് നോക്കുമ്പോൾ മണ്ണെണ്ണ വിളക്ക് കുറെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് തന്നെ കുട്ടിക്കാലത്ത് വളരെ റയർ ആയിട്ട് മാത്രമേ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പഴയ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിഞ്ഞോട്ടം കൂടിയാണ് ഈ കാർഷിക മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ചില ഉൽപ്പന്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ തലമുറകൾ കൈമാറി. ഇപ്പൊ നമ്മൾ എമർജൻസി നോക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ കാരണവരാണ് മണ്ണെണ്ണ നമ്മൾ പറയും. പക്ഷെ ചില ഉൽപ്പന്നങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു തലമുറ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കലപ്പ ആണെങ്കിൽ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഇനി വേറൊന്നുമില്ല, കൃഷി അന്യം നിന്ന് പോകുന്നത് അത് പോയി. അങ്ങനെ നഷ്ടമായി നമ്മൾ കേട്ടുകളിൽ മാത്രമുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇപ്പൊ അളവെടുക്കുന്ന രീതിയിലേക്കാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ അത് ഗ്രൈൻഡർ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചിലവയുടെ പഴയ വേർഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തുടങ്ങി വെക്കുന്ന ഇതിലാണ് ആമാടപ്പെട്ടി ഉൾപ്പെട്ട് തുടങ്ങുന്ന ഗാലറി കാഴ്ചകളാണ്. ചോറ്റുപാത്രമൊക്കെ അവിടെ കാണാം. അതായത് പണ്ട് കർഷകരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചോറ്റുപാത്രം, പിന്നെ ഇവിടെ ത്രാസ്, അളവുകോലുകൾ പല പല രീതിയിൽ. അതിനൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ ഉണ്ട്, ഈ ചെത്തുകുടം അല്ലെ. ഈ ചെത്ത് എടുക്കുന്ന സമയത്ത് അതിന്റെ പഴയ ഒരു രീതിയിലേക്ക് ഉള്ള ചെത്തുകുടങ്ങൾ ഉണ്ട്. തുലാസുകൾ, പലതരം അളവുകോലുകൾ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പാത്രങ്ങളുടെ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇപ്പോഴും ചിലപ്പോൾ തറവാട് വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല പല തറവാടുകളും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പലരും. അതെ. അതുപോലെ റേഡിയോ, പഴയ കാലത്ത് റേഡിയോ വെച്ചിട്ടുണ്ട്. സംഭവമാണ് മൊത്തത്തിൽ. ഇതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, ഭരണി. സാധാരണ അച്ചാറുകളൊക്കെ ഇട്ട് വെക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലത്ത് അച്ചാറുകളൊക്കെ ഇട്ട് വെക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭരണികളല്ല. ഈ ഭരണിയിലല്ല, ഇതിനേക്കാളും വലിയ ഭരണികളാണ്. ശരിക്കും ഈ മുൻപത്തെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഇത് ദേശം കടന്നു വന്നിട്ടുള്ള ആൾ കൂടിയാണ് അല്ലെ. ചീന ഭരണികളും ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ പറയുകയാണെങ്കിൽ നെല്ല് എടുക്കുന്ന അളവ് പാത്രങ്ങൾ, സംഭവങ്ങൾ കൂടുതൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട പഴയകാല ചിത്രങ്ങളിലേക്കാണ് കൂടുതലും പോകുന്നത് അല്ലെ. ഇവിടെ തന്നെ ഇതിന്റെ വലിയ കൽഭരണികൾ നമ്മൾ കൂടുതലായിട്ട് വൈനൊക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് വെക്കാനാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. അതിന്റെ തന്നെ കയർ കെട്ടിയ പല രൂപങ്ങളും എനിക്ക് തോന്നുന്ന സെക്ഷനിൽ കൂടുതലും കൊടുത്തിട്ടുള്ളത് അതാണ്. അതിന്റെ അവസാനം എത്തി നിൽക്കുന്ന നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ കൂടി തന്നെയാണ്. അതിന് മേലെ തന്നെ ഇതിന്റെ പോലെ ഹാങ് ചെയ്തിട്ടും
ഇതിന്റെ കലപ്പയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ കാളയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന പാടം മുഴുവതിന് വേണ്ടിയിട്ട് കാളയുടെ ബാക്കിൽ കെട്ടുന്ന ഊരിനെടുക്കുന്ന രീതിയിലുള്ളതും ഒക്കെ അതിന്റെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലത്തെ മറ്റേ കിണറിൽ നിന്ന് വെള്ളം എടുത്തേർന്നത് കപ്പിക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം, അതുപോലെ വലിയ മീൻ പിടിക്കുന്ന കൊട്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു സൈഡില് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു മഹനീയ ശേഖരമാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് ശരിക്കും കുറേയേറെ ഇവരുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട വന്നിട്ടുള്ള മാഗസീനുകളിലും മാധ്യമങ്ങളിലും വന്നിട്ടുള്ള എഴുത്തുകളും ഫീച്ചേഴ്സും കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളും ഒക്കെ കൊടുത്ത് ഇവര് പിന്നിട്ട നാഴിക വഴികളിലൂടെയുള്ള ഒരു തിരിച്ചുവരവ് യാത്ര തന്നെയാണ് ജോയ്സാനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തൊക്കെ നേട്ടങ്ങൾ അല്ലെ, ഏതൊക്കെ പുരസ്കാരങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഈ നടപടി നടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ അർഹമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിവിടെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്, അങ്ങനെ ജനങ്ങൾ കാണുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട A to Z, അത് പണ്ട് കാലത്തുള്ള കൃഷി മുതലുള്ള കൃഷിക്ക് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മുതൽ ഇന്നും ഇവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്നത് പഴയ രീതിയിലൊന്നും അല്ല. ഈ പറയുന്ന പോലെ ട്രാക്ടർ ഉഴുതുമറിക്കുന്ന മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഇവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ചിലതൊക്കെ അന്യം നിന്ന് പോകരുത് എന്നതിന് വലിയൊരു തെളിവുകൂടിയാണ് ശരിക്കും എങ്കിലും ഗ്രാമഭംഗിയുടെ ഒരു തിലകക്കുറി തന്നെയാണ് യെസ് ഫാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മ്യൂസിയത്തിൽ നമുക്ക് മെല്ലെ കേരളത്തിലെ കാണേണ്ട മഹത്തായ കാഴ്ചകളുടെ ഒരു പുസ്തകം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. മെല്ലെ മെല്ലെ പേജുകൾക്ക് മറിച്ച് സമയത്ത് അല്ലെ കുറെ കൊതി തോന്നുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. ഓരോ പേജും ഓരോ വർഷങ്ങളാണ്. അങ്ങനെ ഒരുപാട് പേജ് മറിച്ചപ്പോ കുറെ വർഷങ്ങൾക്ക് പുറകിലേക്ക് ഞങ്ങൾ അങ്ങ് പോയി. പഴയ നെല്ല്, വയല്, അതുപോലെ കൃഷി, നെൽകൃഷി സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ട്. ഒരു പാട്ടോട് കിട്ടിയ സെറ്റ് ആണ് അല്ലെ, നമുക്ക് ആസ്വദിക്കാം. യെസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്ന ഒരു ബൈ പറയാനുള്ള സമയം കൂടിയാണ്. പക്ഷെ തീർന്നില്ല, നമ്മൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് പുത്തൻ ഉണർവോട് കൂടി തന്നെ അല്ലെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇറ്റ്സ് മീ അമീൻ ആൻഡ് റോഹലോന സൈനിങ് ഓഫ്. ബൈ.